നമസ്കാരം. രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവ് എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരമില്ല. കാരണം രാഹുലിന് തന്നെ അറിയില്ല രാഹുൽ ഗാന്ധി എന്താണ് കാണിക്കുന്നത്. രാഹുലിന്റെ വിശ്വഗുരു സാംബിത്രോദ പറഞ്ഞു കൊടുക്കുന്നത് അനുസരിച്ചാണ് ഓരോ കളികളും രാഹുൽ ഗാന്ധി കാണിക്കുന്നത്. ഈ രാഹുലിനെ നേരായ വഴിയിൽ എത്തിക്കാൻ ആരും ഇല്ലേ എന്ന ഒരു ചോദ്യം പല തവണയായി ഉയരുന്നുണ്ട്. കാരണം പാർലമെന്റിൽ പോലും ഡീപ് സ്റ്റേറ്റിന്റെ കളികളാണ് നടക്കുന്നത്. ജോസോറസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ രാഹുൽ ഗാന്ധി രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അത് എല്ലാം ഒരു കലാപരൂപത്തിൽ ആക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്. രാജ്യത്തെ ഇപ്പോഴത്തെ ഭരണം എങ്ങനെയെങ്കിലും തകർക്കുക, അതാണ് രാഹുലിന്റെ ലക്ഷ്യം. അതുവഴി പ്രധാനമന്ത്രിയാകുക. ഏതായാലും നേരായ രൂപത്തിലൂടെ പ്രധാനമന്ത്രിയാകാൻ രാഹുലിന് കഴിയില്ല. കാരണം ജനങ്ങൾ അനുവദിക്കില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ തന്നെ നിയോഗിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും കൂട്ടാക്കാതെ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പറക്കുന്നത്. നിലവിൽ വോട്ട് ചോരി ആരോപണങ്ങളൊക്കെ രാഹുൽ ഉന്നയിച്ചുകൊണ്ട് ബീഹാറിൽ ഒരു റാലിയൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം രാഹുലിനോട് പറഞ്ഞതാണ് ഇതിന്റെ തെളിവുകൾ ഹാജരാക്കാൻ. അപ്പോഴൊന്നും രാഹുൽ ഗാന്ധി ഒരു തെളിവ് പോലും ഹാജരാക്കിയില്ല. കൂടാതെ രാഹുൽ രണ്ടാമതും ഒരു പ്രസ് മീറ്റിംഗ് ഒക്കെ നടത്തിയപ്പോഴും മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് കോടതിയെ സമീപിക്കുന്നില്ല? അപ്പോഴും രാഹുലിന്റെ ആ ഒരു ഉത്തരം കേട്ട് ജനങ്ങൾ തന്നെ ചിരിച്ചുപോയി, അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. നിലവിൽ വോട്ട് ചോരി വിഷയത്തെ കോടതിയിൽ പോകാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അതിന് പറ്റിയ തെളിവുകളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഉപദേഷ്ടാവ് യോഗേന്ദ്ര യാദവ്. ആകെ ഉന്നയിക്കാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെ ഒരു ആരോപണമാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് നേരെ ഒരു ആരോപണം. കോൺഗ്രസിന്റെ ലക്ഷ്യം എന്താണെന്ന് മോദിയെക്കുറിച്ച് ഒരു മോശമായ രീതിയിൽ പൊതുധാരണ സൃഷ്ടിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യമെന്നാണ് രാഹുലിന്റെ ഉപദേഷ്ടാവ് പറയുന്നത്. കൂടാതെ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്യുക. രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരു ചിന്തയും കോൺഗ്രസിന്റെയോ രാഹുൽ ഗാന്ധിയുടെ മനസ്സിലില്ല എന്ന് ഇതോടെ വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.